the lucky mascot of Curry and Spices RanjusOwn. Keep watching. നമ്മളുടെ ഏത്തപ്പഴം വെച്ചുള്ള സ്വീറ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത്തപ്പഴം 2 എണ്ണം, 2 മീഡിയം സൈസ് പഴമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കുറച്ച് നന്നായിട്ട് പഴുത്തതാണ്. അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യും. ഇപ്പം നീളത്തിലാണെങ്കിൽ നീളത്തിൽ, നമുക്ക് ഇഷ്ടം എങ്ങനെയാണ് നമ്മളുടെ സ്വീറ്റ് വേണ്ടത് അതേപോലെ കട്ട് ചെയ്യാം. പിന്നെ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, ചെറിയ നാരങ്ങയുടെ ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസ്, പിന്നെ 1 കപ്പ് 200 ml ഗ്ലാസിൻ്റെ 1 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, പിന്നെ നമ്മളുടെ പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ, സിനമൺ പൊടിച്ചത് 1/2 ടീസ്പൂൺ. അപ്പം ഈ 5 ഇൻഗ്രീഡിയൻസ് മതി നമ്മളുടെ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട്. ഫസ്റ്റ് അപ്പം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യിക്കണം. ഷുഗർ സിറപ്പ് പോലെയൊന്നും ആവണ്ട, ജസ്റ്റ് ഇതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഈ പഞ്ചസാര അലിയാനായിട്ട് ഏകദേശം 1 മിനിറ്റോളം എടുക്കും. ഇപ്പം നന്നായിട്ട് നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായി, ബ്രൗൺ കളർ ആവരുത്. മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലെമൺ ജ്യൂസ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ പഴം ഒന്നിട്ട് കൊടുക്കാം. ഇനി ഈ പഴം നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കുക്കാവണം. അതേപോലെ ഒരു കാരമലൈസ് ആവണം. മുഴുവൻ പഴവും എല്ലാ സൈഡും ഒരു ബ്രൗൺ കളർ ആവണത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 2-3 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പഴം ഒന്ന് നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ പഴം അവിടെ ഇവിടെയൊക്കെ ഒരു ബ്രൗണിഷ് കളറായി ഒന്ന് കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ പഴം ഇപ്പം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. എന്നാലും ഇത് നന്നായിട്ട് ഈ തേങ്ങാപ്പാലൊന്ന് കുറുകി പഴമൊക്കെ ഇതിനകത്ത് കിടന്ന് വേവുമ്പം പഴത്തിനൊരു തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരില്ലേ. അപ്പം അതിനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ്സ് ആയിട്ട് ഞാനിത് വേവിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നു. അതിൻ്റെ കളറ് തന്നെ ഒന്നും മാറിയില്ലേ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇപ്പം ഡെസേർട്ട് പോലെ ഒന്ന് കോരി കഴിക്കാനല്ലേ, അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഫുള്ളായിട്ട് നമ്മളത് ഡ്രൈ ചെയ്യണ്ട. ഇനിയും ലാസ്റ്റ് നോർമലി നമ്മളത് ഉണ്ടാക്കുമ്പം ഏലക്കാപ്പൊടിയാണ് ഇടാറുള്ളത്. അപ്പം അതിന് പകരമായിട്ടാണ് ഞാൻ സിനമൺ ഇടുന്നത്. ഇപ്പം നിങ്ങൾക്ക് സിനമൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഇടാം. അത് ലാസ്റ്റ് മുകളിലൊന്ന് ഇടാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് ശരിക്കും നല്ലൊരു ഡെസേർട്ടാണ്. വലിയ മധുരം ഇല്ല, എന്നാൽ ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. കാരണം നമ്മളിത് കാരമലൈസ് ചെയ്തെടുത്തപ്പം ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അത് പറഞ്ഞാൻ പറ്റില്ല. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.